മാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? Okay. Okay, let me introduce. Okay, one more minute is there. So, നമുക്ക് ഒരു മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്തു. Okay, ma'am. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. Okay, okay. Okay, let's start. Good evening, everyone. I'm Ms. Nazia Kundumal, the Executive Director of IAGC Overseas, and I'm delighted to welcome you all, especially Dr. Riaz, IAGC Chairman, Professor Dr. Hamza, IAGC Overseas Patron, Kerala IAGC State President, Mr. Radish, and other dignitaries to today's webinar. I feel honored to introduce our esteemed guest speaker, Dr. Reshma Bigul, BHMS, a renowned homeopath with over 23 years of experience in the field. Dr. Reshma's passion for holistic healthcare and her exceptional ability to treat various conditions such as allergies of the skin, food, respiratory issues, and migraines have made her a trusted healthcare provider for patients of all ages and backgrounds. We are fortunate to have her join us today to share her expertise and insights on the benefits of homeopathy. Without further delay, please join me in extending a warm welcome to Dr. Reshma Bigul. Thank you for being here with us today. We appreciate all our members' active attention and participation in today's webinar. Handing over to Dr. Reshma to start the session, beating the blues of monsoon and other diseases through homeopathy. Thank you, ma'am. Welcome. Thank you. Thank you, Nasia ma'am. Good evening, all. എന്നെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ നസിയ മാം ബ്രീഫായിട്ട് നൽകിയത് കാരണം സമയം കളയാതെ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ആദ്യമായി നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യാൻ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിന് ഈശ്വരനോട് നന്ദി പറയുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുവാനും നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മെമ്പേഴ്സിനോടും എന്നെ ഇതിലേക്ക് നയിച്ച IAGCയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മിസ്റ്റർ ശ്രീറാമിനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മഴക്കാലം വളരെ രസകരമായ കാലമാണ്. എന്നാൽ മനുഷ്യരെ പോലെ തന്നെ കൊതുക്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയ്ക്കും മഴക്കാലം ഏറെ ഇഷ്ടമാണ്. വളരെ നേരിയ തോതിൽ മുതൽ വളരെ കഠിനമായ അവസ്ഥയിലുള്ള രോഗങ്ങളുടെ ഒരു കാലമാണ് മഴക്കാലം. ഈർപ്പം, വെള്ളത്തിന്റെ സ്തംഭനാവസ്ഥ, മോശം ശുചിത്വം എന്നീ വിവിധ ഘടകങ്ങളാൽ രോഗങ്ങൾ ഉണ്ടാകും. സാധാരണയായി പനി, ജലദോഷം, മൂക്കൊലിപ്പ്, സന്ധിവേദന, തലവേദന, ഓക്കാനം, ഛർദി, വയറ്റുപോക്ക്, വയറുവേദന, ത്വക്ക് രോഗങ്ങൾ എന്നിവയാണ് മഴക്കാല രോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങൾ. മഴക്കാലത്ത് ആരോഗ്യം നിലനിർത്താൻ പ്രധാനമായും ഈ ലക്ഷണങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ശരിയായ മുൻകരുതലുകളും ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ മഴക്കാല രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. മഴക്കാല രോഗങ്ങളെ പ്രധാനമായും കൊതുകുജന്യ രോഗങ്ങളായും ജലജന്യ രോഗങ്ങളായും വായുജന്യ രോഗങ്ങളായും വേർതിരിച്ചിരിക്കുന്നു. അതിൽ കൊതുകുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡെങ്ക് ഫീവർ, നമുക്കെല്ലാം സുപരിചിതമായ ഡെങ്ക് ഫീവർ, ചിക്കൻ ഗുനിയ ഫീവർ, മലേറിയ, ഫൈലേറിയ എന്നിവയാണ്. അതിൽ ജപ്പാനീസ് എൻകെഫലൈറ്റിസും അതിൽ തന്നെ പെടുന്നവയാണ്. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ടൈഫോയിഡ്, കോളറ, ലെപ്റ്റോസ്പൈറോസിസ് അതായത് എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം എന്നിവയാണ്. വായുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ വൈറൽ ഫീവർ, കോവിഡ് അതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇതുകൂടാതെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
അതിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് വരുന്ന ടോൺസിലൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ്, അഡിനോയിഡൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ്, കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജിക് സൈനസൈറ്റിസ്, കോമൺ കോൾഡ് എന്നിവ. ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും രണ്ടും തന്നെ ഈ നമ്മളെ ഇമ്മ്യൂൺ പവർ, അതായത് പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്. അതായത് എല്ലാവർക്കും ഒരുപോലെ അറ്റാക്ക് ഉണ്ടാവുന്നില്ല. പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക്, ഇപ്പം കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ ഈ പ്രതിരോധ ശേഷിയെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഇമ്മ്യൂൺ പവറിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതേപോലെ കോവിഡിനെ പോലെ തന്നെ ഇമ്മ്യൂൺ പവർ ലോ ആവുമ്പോഴാണ് നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും പൂപ്പൽ രോഗങ്ങളായ വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫുട്ട്, അതായത് വളങ്കടി, ഇതൊക്കെ ഉണ്ടാകുന്നത്. ഓരോ രോഗത്തിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഹോമിയോപ്പതിയെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഹോമിയോപ്പതി ഈസ് എ മെഡിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ഹോളിസ്റ്റിക് അപ്രോച്ച്. 1790 ജർമ്മൻ ബിഷപ്പ്വരനായ ഡോക്ടർ സാമുവൽ ഹാനിമാൻ നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ ആവിഷ്കരിച്ച നൂതന ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഇന്ന് ലോകത്തിലെ ജനപ്രിയ ചികിത്സാ ശാഖകളിൽ രണ്ടാമത്തേതും ഇതര വൈദ്യശാസ്ത്ര മേഖലകളിൽ ഒന്നാമത്തേതുമായ സ്ഥാനം അലങ്കരിക്കുന്നു. ലൈക്ക് ക്യൂർസ് ലൈക്ക് എന്ന പ്രിൻസിപ്പിൾ അഥവാ സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു എന്ന അടിസ്ഥാന തത്വത്തിലും പ്രകൃതി നിയമങ്ങളാലും നിബന്ധിച്ചിരിക്കുന്ന ഹോമിയോപ്പതി ഒരേ സമയം ശാസ്ത്രീയവും ദാർശനികവുമായി നമുക്ക് കാണാം. ഹോമിയോപ്പതിയിൽ റെഡിമെയ്ഡ് മെഡിസിൻസ് ഇല്ല. ഒരു ഹോമിയോ ഡോക്ടർ തല മുതൽ പാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി രോഗിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും ഓരോ വ്യക്തിയുടെ മാനസിക നിലയും ഫാമിലി ഹിസ്റ്ററിയും, അതായത് ഫാമിലിയിൽ നിലനിൽക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു അറിവും ശേഖരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിനിലേക്ക് സമ്മറൈസ് ചെയ്ത് ഡിറൈവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുക, അതായത് പ്രതിരോധ ശേഷിയെ നാച്ചുറലായി ആക്ടിവേറ്റ് ചെയ്ത് ആണ് രോഗത്തെ മാറ്റിയെടുക്കുന്നത്. ഉപയോഗിക്കുന്ന മരുന്നിന്റെ അളവ് കുറവായതുകൊണ്ടും ആവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഏത് പ്രായക്കാർക്കും സേഫായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ദീർഘകാലം തുടരാവുന്നതാണ്. രോഗത്തെ വേരോടെ ഉന്മൂലനാശം ചെയ്യാനുള്ള ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ കഴിവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഡെങ്ക് ഫീവർ. നാസിയ ഒന്ന് സ്ലൈഡ് മാറ്റുമോ? നാസിയ മാം, Okay. അടുത്ത സ്ലൈഡിലേക്ക്. ഈ ക്ലാസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. നെക്സ്റ്റ്, ഡെങ്ക് ഫീവർ. ഡെങ്ക് ഫീവർ എന്ന് പറയുന്നത് ബ്രേക്ക് ബോൺ ഫീവർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലൊടിയുന്ന വേദന ആണ് ഇതിന്റെ ക്ലാസിക് ഫീച്ചർ. വൈറൽ രോഗമാണിത്. ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ടൈഗർ മോസ്കിറ്റോ ആണ് രോഗകാരണം. ഈ കൊതുകിന്റെ മുകളിൽ നമുക്ക് ഈ വെള്ള വരകൾ കാണാം. അതാണ് ഇവയുടെ പ്രത്യേകത. ഇവ ഡേ ടൈം കൊതുക് എന്നും സൈലന്റ് കൊതുകുകൾ എന്നും ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 3 മണിക്കൂറും അസ്തമിക്കുന്നതിന് മുമ്പുള്ള 3 മണിക്കൂറുമാണ് ഇവ കടിക്കാൻ ഏറെ സാധ്യതയുള്ളത്. അധികം പറക്കാത്ത കൊതുകുകളാണിവ. തുറന്നു കിടക്കുന്ന ശുദ്ധജലത്തിൽ ആണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡോർ അല്ലെങ്കിൽ അഥവാ ഇന്റീരിയർ പ്ലാന്റ്സ്, മണി പ്ലാന്റ്സ് ഇട്ടുവെക്കുന്ന വെള്ളം, AC വെന്റിലുള്ള ഒഴിഞ്ഞ സ്ഥലം, പൂച്ചട്ടി, ചിരട്ട, റെഫ്രിജറേറ്ററിന് പുറകിലുള്ള വാട്ടർ കളക്ടിങ് ഡക്സ് എന്നീ സ്ഥലങ്ങളിലാണ് ഇവ മുട്ടയിട്ട് പെരുകാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ വീട്ടിന് പുറത്തും ഇങ്ങനെയുള്ള സോഴ്സസ് എലിമിനേറ്റ് ചെയ്യണം. ഇൻഡോർ പ്ലാന്റ്സിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക. ശുദ്ധജലത്തിൽ മാത്രമേ ഇവ മുട്ടയിടുകയുള്ളൂ. ഇൻക്യുബേഷൻ പീരീഡ് 6 മുതൽ 10 ദിവസമാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണുക്കൾ ഉള്ളിലേക്ക് കയറി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്തെയാണ് നാം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെങ്ക് ഫീവറിന്റെ കാര്യത്തിൽ 6 to 10 days ആണ് അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. അതികഠിനമായ തലവേദന, കണ്ണിന് പുറകുവശത്ത് ഉണ്ടാകുന്ന വേദന, കണ്ണ് ചലിപ്പിക്കാനുള്ള വിഷമം, പനി, ക്ഷീണം,
ജോയിന്റ് പെയിൻ, ശക്തമായ മസിൽ പെയിൻ, അതായത് മസിൽ ഉള്ളതുപോലെ തോന്നുക ആ സമയത്താണ്. റാഷസ്, അത് ദേഹത്ത് അങ്ങിങ്ങായി തിണർത്ത് പൊങ്ങുക. ഇതൊക്കെയാണ് ഇതിന്റെ കാതലായ ഫീച്ചേഴ്സ്. കോംപ്ലിക്കേഷൻസ് അഥവാ അപകട സൂചനകൾ: ശക്തവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദി, കഠിനമായ വയറുവേദന, വായിൽ നിന്ന് പല വട്ടങ്ങളായി ബ്ലീഡിംഗ് ഉണ്ടാവുക, നമ്മുടെ കൈ കൊണ്ട് ശരീരത്തിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അവിടെ കൈയുടെ പാട് കാണും, മലത്തിലൂടെ രക്തം പോവുക, ബ്ലാക്ക് നിറത്തിലാണ് മലത്തിൽ രക്തം കാണുമ്പോൾ അത് ഉണ്ടാവുക, ശരീരത്തിൽ തിണർപ്പുകൾ കാണപ്പെടുക. സാധാരണയായി ഡെങ്കു ഫീവർ 7-8 ദിവസം കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മാറിപ്പോവാറ് പതിവാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടിക്കൂടി വരികയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് സ്വീകരിക്കണം. കൂടാനുള്ള കാരണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെങ്കു ഫീവർ പരത്തുന്ന ഏഡസ് ഈജിപ്തിയുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ആളുകളുടെ പ്രതിരോധ ശേഷി കുറയുന്നതാണ്. നാം എന്ത് ചെയ്യാം? നമുക്ക് ചുറ്റും പരിസര ശുചീകരണം പാലിക്കുക, അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതാണ്. കൊതുകുകൾ കാരണമായതുകൊണ്ട് തന്നെ കൊതുകുകൾ പെറ്റുപെരുകുന്നത് പരമാവധി തടയുക. അതിന് ഓപ്പൺ കണ്ടെയ്നേഴ്സ്, ബോക്സസ്, ചെടിച്ചട്ടി അതൊക്കെ വെള്ളം കെട്ടാതെ, ശുദ്ധജലം കെട്ടി നിൽക്കാതെ കമഴ്ത്തി വെക്കുക. വാട്ടർ ടാങ്ക് കവേർഡ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. ടെറസിൽ വാട്ടർ കളക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ഇൻഡോർ പ്ലാന്റ്സിലെ വെള്ളം ശ്രദ്ധിക്കുക. ഫുൾ സ്ലീവ്സ് ഉള്ള ഡ്രസ് യൂസ് ചെയ്യാം. അതേപോലെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പുല്ല് വെട്ടി വൃത്തിയാക്കുക. വീട്ടിന് ചുറ്റും മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. കാരണം ഡെങ്കു വൈറസ് വഹിക്കുന്ന കൊതുകൾക്ക് 400 മീറ്ററോളം അസുഖം പരത്തുവാനുള്ള ശേഷിയുണ്ട്. പേഴ്സണൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക. മദ്യപാനികൾ ഈ സീസണിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതുപോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തെ അതിജീവിക്കാൻ വളരെ കഷ്ടമാണ്. വൈറ്റൽ ഓർഗൻസിന്റെ സ്റ്റാറ്റസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അതർവൈസ് പുവർ ആണെങ്കിൽ മാരകമാകാൻ സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അത് സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. നമുക്ക് മാതളം, പൊമോഗ്രാനൈറ്റ് ഇതിൽ നല്ല റിസൾട്ട് തരാവുന്നതാണ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. റെസ്റ്റ് അത്യാവശ്യമാണ്. പേഴ്സണൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാം. ഫാസ്റ്റ് ഫുഡ്സ്, ഷുഗറി സ്നാക്സ് പരമാവധി ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കണം. മീൻ, മുട്ട, ഇറച്ചി കഴിക്കാവുന്നതാണ്. മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കുക. 4 സ്ട്രെയിൻ ആണ് ഡെങ്കു വൈറസിന്റെ ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ 2ഉം 4ഉം ആണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ, 60 വയസ്സിന് മുകളിലുള്ളവർ, മദ്യപാനികൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കരിക്ക പപ്പായ, അതായത് പപ്പായയുടെ തിരളല്ല വെള്ളത്തിൽ ബോയിൽ ചെയ്ത് പാല് കൂട്ടി കഴിക്കുക ആണ് മിക്ക ആൾക്കാരും ഉപദേശിക്കുന്നത്. അതിനൊക്കെ പകരമായി സബ്സ്റ്റിറ്റ്യൂട്ടായി ഹോമിയോപ്പതിയിൽ കരിക്ക പപ്പായയുടെ ടിഞ്ചർ തന്നെ അവൈലബിൾ ആണ്. നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അതിന് പുറമെ ഒരുപാട് മരുന്നുകൾ ഇനീഷ്യൽ സ്റ്റേജസിലായാലും കോംപ്ലിക്കേറ്റഡ് സ്റ്റേജസിലായാലും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസരങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കൂട്ടാനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഡെങ്കു ഫീവർ, ക്ലാസിക്കൽ ഡെങ്കു ഉണ്ട്, ഷോക്ക് സിൻഡ്രോം, ഡെങ്കു ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ ഹെമറേജിക് ഫീവർ എന്ന് പറഞ്ഞിട്ട് 2 വെറൈറ്റിയിലേക്ക് കാണാറുണ്ട്. അതിൽ ഷോക്ക് സിൻഡ്രോം, ഡെങ്കു ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ ഹെമറേജിക് ഫീവർ എന്ന് പറയുന്നത് ആണ് കോംപ്ലിക്കേഷൻസ് കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഡെങ്കു ഫീവർ. അതിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി, ഓർഗൻ ഫെയിലിയർ ഉണ്ടായി, ഡെത്ത് ഉണ്ടാകുകയാണ് പതിവ്. ഡെങ്കു ഫീവർ ബാധിച്ച ഒരാൾക്കാണെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതായത് ഡെങ്കു ഫീവർ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയുള്ള 1 മാസത്തിൽ എപ്പോഴെങ്കിലും ആയിട്ടും ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ ലോ ആയി കാണിക്കാറുണ്ട്. അതും അപകടകരം തന്നെയാണ്. അതുപോലെ അപകടകാരിയായി അടുത്ത സിംറ്റം പറയുന്നത് റാഷസ് ആണ്. റാഷസ് പോവാതിരിക്കുന്നതും ഡെങ്കു ഫീവറിന്റെ കോംപ്ലിക്കേഷൻ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നവയാണ്. ഇനി നെക്സ്റ്റ് അസുഖമായ ചിക്കൻ ഗുനിയയിലേക്ക് കിടക്കാം. ഇതും പകൽ കൊതുവായ ഏഡസ് ഈജിപ്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വൈറൽ ഒറിജിൻ ആണ്. ശുദ്ധജലത്തിൽ
തന്നെയാണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത്. ഇതിന്റെ ഒരു ക്ലാസിക് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത സന്ധിവേദനയായിരിക്കും, പേശിവേദന ഉണ്ടാവും, സന്ധികൾക്ക് വീക്കവും സ്റ്റിഫ്നെസ്സും ഉണ്ടാവും, അതിന്റെ കൂടെ പനി. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ജോയിന്റ് പെയിൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞിട്ടും കുറെ കാലം അത് നിലനിൽക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ വരാതിരിക്കാൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ കൊതുകുകൾ വളരുന്ന സോഴ്സസ് എലിമിനേറ്റ് ചെയ്യുക. പൂൾ, എക്വേറിയം പോലത്തെ സ്ഥലങ്ങളിൽ കുറച്ച് ഗപ്പി ഫിഷ് വളർത്തുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ മൊസ്കിറ്റോ കൺട്രോൾ മെഷറായിട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷണങ്ങൾ ശരിയാം വിധം പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ സിംറ്റമാറ്റിക് റിലീഫ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഗുണം ചെയ്യാറുള്ളൂ. 2000-ൽ ചിക്കൻ ഗുനിയ എപ്പിഡമിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഹോമിയോപ്പതി ശാസ്ത്രശാഖയുടെ ഗുണം കുറേയേറെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ചവർക്കൊക്കെ തന്നെ ജോയിന്റ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് മാത്രമല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് ദീർഘകാലം നിലനിന്നുമില്ല. പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ആസ്പെക്റ്റിൽ ജനങ്ങളെ സേവിക്കാൻ അവസരവും ഉണ്ടായി. ഇനി അടുത്തത് മലേറിയ എന്ന രോഗത്തെ കുറിച്ചാണ്. മനുഷ്യരിൽ മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. ഇപ്പോൾ മലേറിയയുടെ ഒക്കറൻസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും മലേറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീമെയിൽ എനോഫിലിസ് കൊതുകുകളാണ് ഇവ പരത്തുന്നത്. മറ്റ് 2 രോഗങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ മലിനജലത്തിലാണ് വളരുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രാത്രി നിൽക്കുന്ന കൊതുകുകളാണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. രാത്രി കാലങ്ങളിൽ ആണ് അതുകൊണ്ട് ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടുന്നത്. രാത്രി കാലങ്ങളിൽ വിറച്ചുകൊണ്ടുള്ള പനിയെ തുടങ്ങും. അതിനാണ് ചിൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് സ്റ്റേജ് ആയ ഹീറ്റ് സ്റ്റേജിലേക്ക് കടക്കും. അതായത് ടെമ്പറേച്ചർ കൂടി ഉള്ള പനിയായിട്ട് മാറും. അവിടുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അത് വിയർത്ത് ക്ഷീണത്തോടുകൂടി, അത് പെർസ്പിറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ക്ഷീണത്തോടുകൂടി അത് അവസാനിക്കും. ഇതുകൊണ്ട് തീരുന്നില്ല, ഓൺ ആൻഡ് ഓഫ് ആയി ഇത് ആവർത്തിക്കും. അതിനാണ് ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുന്നത്. ശക്തമായ പനിയായിരിക്കും, വിറ, തലവേദന, വിയർപ്പ് ഇതൊക്കെ ഉണ്ടാവും. കിഡ്നി ആൻഡ് ബ്രെയിൻ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കടിക്കുന്ന കൊതുവാണ് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് മൊസ്കിറ്റോ നെറ്റ്സ്, മൊസ്കിറ്റോ റിപ്പലൻസ്, മെഷ്, വിൻഡോസിന് മെഷ് യൂസ് ചെയ്യാം. അങ്ങനെ കൊതുകളിൽ നിന്ന് രക്ഷ നേടാം. അടുത്തത് ജപ്പാനീസ് എൻകെഫലൈറ്റിസ് ആണ്. അതിൽ എന്റെ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു വൈറൽ രോഗമാണ്, കൊതുക് വഴി തന്നെയാണ് പരക്കുന്നത്. അത് ക്യൂലെക്സ് കൊതുകുകളാണ് പരത്തുന്നത്. ബ്രെയിൻ ആണ് അഫക്റ്റഡ് ഓർഗൻ. കഠിനമായ ഇൻഫെക്ഷൻ ബ്രെയിനിനെ ബാധിച്ച് അബോധാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു. കുട്ടികളിലാണെങ്കിൽ അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി ഉണ്ടാക്കുന്നു. കാണിക്കുന്ന ലക്ഷണങ്ങൾ പനി, സ്ഥലകാല ബോധക്കുറവ്, ഓർമ്മക്കുറവ്, തലകറക്കം എന്നിവയാണ്. ഇനി നമുക്ക് ജലജന്യ രോഗങ്ങളിലേക്ക് കിടക്കാം. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജലത്തിലേക്കൂടി പകരുന്നതാണ്. അതിലൊന്നാമത്തേത് ടൈഫോയിഡ് ആണ്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് രോഗാണു. മലമൂത്ര വിസർജനത്തിലേക്കൂടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫ്രഷ് ആളുകളുടെ വെള്ളം, ഭക്ഷണം എന്നിവ ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ടൈഫോയിഡ് പിടിപെടുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് ആയ ആൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, വാഷ്റൂം എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കരുത്. ടൈഫോയിഡ് ഫീവറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പനിയായിരിക്കും. 3 മുതൽ 4 ആഴ്ച വരെ പനി ഉണ്ടായെന്ന് വരാം. ഡോക്ടേഴ്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ പനിയായി തുടങ്ങി 3-4 ആഴ്ചകൾക്കകം കുറെ പ്രാവശ്യം പനി കഠിനമായ പനിയായും പിന്നെ പനി കാണാതായും അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി വൈഡാൽ ടെസ്റ്റ് ചെയ്തു ലക്ഷണങ്ങൾ വെച്ചുമാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പനിയുടെ കൂടെ കോൺസ്റ്റിപ്പേഷൻ ഓർ ഡയറിയ ഉണ്ടാവാം. ഇനി നമുക്ക് അടുത്ത രോഗമായ കോളറയിലേക്ക് കിടക്കാം. നസിയ മാം, കോളറ. കോളറയിൽ വിബ്രിയോ കോളറിയ എന്ന ബാക്ടീരിയ ആണ് പോസിറ്റീവ് ഓർഗാനിസം. ഇതിന്റെ പ്രധാന ലക്ഷണം റൈസ് വാട്ടറി സ്റ്റൂൾസ് അഥവാ കഞ്ഞിവെള്ളം പോലെ വയറിളകി പോകുന്നു. അതാണ് ഇതിന്റെ ക്ലാസിക് ഫീച്ചർ. അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണിക്കുന്നു. അതും പെട്ടെന്നാണ് ആ ക്ഷീണം പ്രോഗ്രസ് ചെയ്യുക.
ഇതിന്റെ കൂടെ പനിയും ഉണ്ടാവും. 20 ലിറ്റർ വെള്ളം പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു. ശരിക്കും മാനേജ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ശരീരത്തിൽ ലവണങ്ങളുടെ സോഡിയം പൊട്ടാസ്യം കണ്ടന്റ് നല്ലപോലെ താഴ്ന്നു പോകും. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനായി മാറാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് കോളറ. മുൻകരുതൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. തിളപ്പിക്കാത്ത വെള്ളവുമായി മിക്സ് ചെയ്യരുത്. ആഹാരം പാചകം ചെയ്യുന്നതിന് ശേഷം കവർ ചെയ്ത് വെക്കുക, മൂടി വെക്കുക. തുറന്നിട്ട ആഹാരം കഴിക്കാതിരിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വായും കഴുകുക. വെളിയിൽ പോയി വന്നതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും കഴുകുക. എൻവയറമെന്റൽ ഹൈജീൻ, അതായത് വേസ്റ്റ് ഡിസ്പോസൽ വൃത്തിയായി മാനേജ് ചെയ്യുക. അതുവഴി ഈച്ച, കൊതുക് ഇവയുടെ വംശവർദ്ധനവ് നമുക്ക് തടയാം. ഇനി അടുത്ത കണ്ടീഷനായ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനിയിലേക്ക് കടക്കാം. പോസിറ്റീവ് ഓർഗാനിസം ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. ഏവർക്കും അറിയുന്നത് പോലെ എലി മൂത്രത്തിലൂടെയാണ് സ്പ്രെഡ്. ഇൻഫെക്റ്റഡ് ആയ എലിയുടെ മൂത്രം മഴവെള്ളത്തിൽ കലർന്ന് കാലിലോ കൈയിലോ ഉള്ള മുറിവിലൂടെ ആൾക്ക് എലിപ്പനി ബാധിക്കും. ഓടകൾ ക്ലീൻ ചെയ്യുന്നവർ, വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, അങ്ങനെ അഴുക്ക് വെള്ളവുമായി സമ്പർക്കം ചെലുത്തുന്നവരാണ് റിസ്ക് ഗ്രൂപ്പ്സ്. ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തായിട്ടാണ് തുടങ്ങുന്നത്. കറക്റ്റായി മാനേജ് ചെയ്തില്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയർ ആയും ലങ്സിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ആയും കാണിക്കാറുണ്ട്. മുറിവുണ്ടെങ്കിൽ മാത്രമല്ല എലിപ്പനി ഉണ്ടാവുന്നത്. കുറെ നേരം അഴുക്ക് വെള്ളത്തിൽ നിന്നാലും തൊലി സോഫ്റ്റ് ആയാലും ഈ അണുക്കൾ ഉള്ളിലേക്ക് കയറാം. വേസ്റ്റ് ഡിസ്പോസൽ മാനേജ് ചെയ്യുക. മുറിവുണ്ടെങ്കിൽ ബൂട്ട്സ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഗ്ലൗസ്, ബാൻഡേജ് യൂസ് ചെയ്ത് ആ കട്ട് ഏരിയ കവർ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കോംപ്ലിക്കേഷൻസ് അഥവാ അപകട സൂചനകൾ എന്താണെന്ന് വെച്ചാൽ കിഡ്നി ആൻഡ് ലങ് ആണ് ഇൻഫെക്റ്റഡ് ആയിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യത. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. ഇനി അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ, മഞ്ഞപ്പിത്തം. കരൾ വീക്കം ഉണ്ടായി കരളിന്റെ ഇൻഫെക്ഷൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. മോഡ് ഓഫ് സ്പ്രെഡ് മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയോ പകർച്ചവ്യാധിയുള്ള വ്യക്തിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ ആണ് ഈ വൈറസ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് വിളിക്കുന്നു വൈറസിനെ. ഇവിടെ ഇൻക്യുബേഷൻ പീരീഡ് 14 മുതൽ 28 ദിവസത്തിനിടയിലാണ് രോഗം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ, കണ്ടിന്യൂസ് ആയി പനിച്ചുകൊണ്ടിരിക്കുക, കടുത്ത ക്ഷീണം ബാധിക്കുക, ഛർദിച്ചുകൊണ്ടിരിക്കുക, വയറിളക്കം, ഓക്കാനം, മഞ്ഞപ്പിത്തത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. ലിവർ അഫക്റ്റഡ് ആയതുകൊണ്ടും ലിവറിലും മറ്റു ഓർഗൻസിലും ബിലിറുബിൻ എന്ന് പറയുന്ന കണ്ടന്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഈ മഞ്ഞപ്പിത്തം നമുക്ക് അറിയുന്നത്. വൃക്കകളിലും ഓർഗൻസിലും ഇത് അടിഞ്ഞു കൂടും. നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുള്ള പരിസരത്ത് തന്നെ പാചകം ചെയ്ത ഫുഡ് മാത്രം കഴിക്കുക. ഹോംലി ഫുഡ് കഴിക്കുക. ഈ മഴക്കാലങ്ങളിൽ ജ്യൂസ് പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. അവരുപയോഗിക്കുന്ന വെള്ളത്തിന്റെ ആ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. മഴക്കാലത്ത് വഴിയോരങ്ങളിൽ ലഭിക്കുന്ന ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പാകം ചെയ്ത ഫുഡ് മൂടി വയ്ക്കുക. ബോയിൽഡ് വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ മഞ്ഞപ്പിത്തം കരളിന് ലോഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്തും റെസ്റ്റ് നൽകാൻ ഉപദേശിക്കുന്നു. കരിക്കിൻ വെള്ളവും കഞ്ഞിവെള്ളവും നല്ലതാണ്. നിർജ്ജലീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. ലിവറിന് ലോഡ് കൂടുതൽ കൊടുക്കാതിരിക്കാൻ നമുക്ക് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഓയിൽ ഉള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യാൻ ആണ് പറയുന്നത്. അതേപോലെ തന്നെ മദ്യപാനവും വേദന സംഹാരികളുടെ അമിത ഉപയോഗവും ഷുഗർ, പഞ്ചസാരയുടെ ഇൻടേക്ക് കൂടുന്നതും ലിവറിന് ലോഡ് കൂട്ടും. ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാവുന്നതാണ്. 2 വാക്സിൻസ് അവൈലബിൾ ആണ്. 6 months ഇന്റർവെല്ലിൽ അത് ഉപയോഗിക്കാം.
ഹോമിയോപ്പതിയിൽ ഭംഗിയായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഒരു മാസത്തോളം വൈറസ് ബോഡിയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഐസൊലേറ്റ് ചെയ്യുമ്പോഴും രോഗിയെ റെസ്റ്റ് എടുക്കാൻ ഉപദേശിക്കണം. ഒരു തവണ ഹെപ്പറ്റൈറ്റിസ് വരികയാണെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആണ് നൽകുന്നത്. പക്ഷെ ശരിക്കും മാനേജ് ചെയ്തില്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്ത് മരിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. കരളിന്റെ ആരോഗ്യം മോശമാണെങ്കിലാണ് കോംപ്ലിക്കേഷൻസിന് സാധ്യത കൂടുതൽ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ വളരെ വിരളമായിട്ട് അത് ലിവർ സിറോസിസ് ആയി മാറാൻ സാധ്യതയുണ്ടായി. ഇനി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് നമ്മളെ ഇമ്മ്യൂൺ പവർ കുറയുമ്പോൾ, അതായത് പ്രതിരോധ ശേഷി വളരെ താഴുമ്പോഴാണ് അത് അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നത്. നാസിയ മാം, നെക്സ്റ്റ് സ്ലൈഡ്. ടോൺസിലൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ്, എഡിനോയിഡൈറ്റിസ്, അലർജിക് കോൾഡ്, ഇതൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. തുടർച്ചയായിട്ടുള്ള തുമ്മൽ, അലർജിക് റൈനൈറ്റിസ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തൊണ്ട കുത്തിച്ചൊമ, കണ്ണ് രോഗം, അലർജിക്കായി മാറുക, സൈനസൈറ്റിസ്, ഇതൊക്കെ ഇതിൽപ്പെടും. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അലർജിക് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, അലർജിക് ആസ്മ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ഇതിൽ തന്നെ അലർജിക് റൈനൈറ്റിസ് അഥവാ അലർജിക് കോൾഡ് എന്റെ ഫേവറേറ്റ് ടോപ്പിക് ആയതുകൊണ്ടും ഹോമിയോപ്പതിക്ക് ഇതിൽ അനന്ത സാധ്യതകൾ ഉള്ളതുകൊണ്ടും ഒരു മേഖലയായതുകൊണ്ടും രണ്ട് വാക്ക് പറയാൻ വയ്യ. പ്രായഭേദമന്യേ നിരന്തരവും കൊണ്ടുണ്ടാകുന്ന തുമ്മൽ, വിട്ടുമാറാത്ത ചുമ, ഇതോടൊപ്പം കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി, ഈ 4 ഭാഗങ്ങളായിട്ട് ചൊറിച്ചൽ, ഇതൊക്കെ അലർജിയുടെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതേപോലെ ശരീരത്തിൽ പല സമയത്തായി അങ്ങിങ്ങായി തിണർത്ത് ചൊറിഞ്ഞു പൊങ്ങുക, തരിതരിയായി പൊങ്ങി, അതിനെ അർട്ടിക്കേരിയ എന്ന് വിളിക്കുന്നതും സ്കിൻ ഇഷ്യൂ അലർജിയുടെ ഒരു വകഭേദം തന്നെയാണ്. അതിശയം എന്ന് പറയട്ടെ, തലയിലെ താരൻ വരെ അലർജിയുടെ ഒരു ലക്ഷണം തന്നെ. ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെയും ജനറ്റിക് ട്രാൻസ്ഫർ അഥവാ ജനറ്റിക് ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തിരിക്കുന്നു. അലർജിക് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിക്ക് താരൻ ഉണ്ടെങ്കിൽ അലർജി ചികിത്സിക്കാതെ താരൻ മാറില്ല. അഭിമാനം എന്ന് പറയട്ടെ, ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മെഡിസിൻസ് ഇവയ്ക്കുണ്ട്. ഇതേപോലെ കുട്ടികൾ സ്കൂൾ തുറന്ന് 2 മാസത്തിനകം ഉണ്ടാകുന്ന പനി, ഡ്രൈ കഫ്, തൊണ്ടവേദന, ഇതിനൊക്കെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് വളരെ ഫലപ്രദമാണ്. ഇനി അടുത്ത മഴക്കാല രോഗത്തിൽപ്പെടുന്ന സ്കിൻ ഇഷ്യൂസ്, അതായത് പൂപ്പൽ രോഗങ്ങളിൽ പെടുന്ന വട്ടച്ചൊറി, വളങ്കടി, ഇവയ്ക്കും ലോ ഇമ്മ്യൂണിറ്റി അലർജി ആയിട്ട് ബന്ധമുണ്ട്. ചർമ്മത്തിലെ ഫംഗസ് അണുബാധ മൂലമുണ്ടാകുന്ന വട്ടച്ചൊറി ദേഹത്ത് എവിടെ വേണമെങ്കിലും തിണർപ്പായി പ്രത്യക്ഷപ്പെടാം. അസഹ്യമായ ചൊറിച്ചിൽ, അത് തന്നെ രാത്രികാലങ്ങളിൽ അസഹ്യമായ ചൊറിച്ചിലാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം. മോസ്റ്റ്ലി അത് ബെൻസ് ഓഫ് ജോയിന്റ്സിലും പ്രൈവറ്റ് പാർട്സിലും ബ്രസ്റ്റ് ഫോൾസിലും ഈർപ്പം, വിയർപ്പ്, നനഞ്ഞ ഡ്രസ് ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന വൃത്താകൃതി ആയി പ്രത്യക്ഷപ്പെടാം. ഡ്രൈ ക്ലോത്ത്സ് മാത്രം യൂസ് ചെയ്യുക. നോൺ മെഡിക്കേറ്റഡ് സോപ്സ് ഉപയോഗിച്ച് ധാരാളം വെള്ളത്തിൽ കഴുകി വൃത്തിയായി ഡ്രൈ ഏരിയയിൽ സൂക്ഷിക്കുക. സോപ്പ്, വിയർപ്പ്, ഓയിൽ, ഇത് 3ഉം ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ ശത്രുക്കളാണ്. ധാരാളം ആളുകൾ അനുഭവിക്കുന്നതും എന്നാൽ അധികം ആരോടും വെളിപ്പെടുത്താൻ മടിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ഹോമിയോപ്പതിയിൽ വണ്ടർഫുൾ മെഡിസിൻസ് അവൈലബിൾ ആണ്. കുറെ കൊല്ലങ്ങൾ വിവിധ ഓയിൻമെന്റുകൾ യൂസ് ചെയ്ത്, ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആയി യൂസ് ചെയ്ത് ഉപയോഗിച്ച്, എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതെ പേഷ്യൻസ് വരാറുണ്ട്. അതേപോലെ അടുത്ത രോഗമായ അത്ലറ്റ്സ് ഫുട്ട് അല്ലെങ്കിൽ ടീനിയ പീഡിയസ്, വളങ്കടി എന്ന് ഉദ്ദേശിക്കുന്ന അത്ലറ്റ്സ് ഫുട്ട്, കാല് വല്ലാതെ വിയർക്കുന്നതും ടൈറ്റ് ഫിറ്റിംഗ് ഉള്ള ഫുട്വെയർ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളിൽ, അലർജിക് കംപ്ലൈൻസിന്റെ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ളതുമായ ആളുകളിൽ ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടും. ഫംഗസ് മൂലമുണ്ടാകുന്ന പാദങ്ങളിലെ ഒരു സാധാരണ ചർമ്മരോഗ അണുബാധയാണ് ഇത്. ചൊറിച്ചിൽ, സ്കെയിൽസ് ആയിട്ട് പൊളിഞ്ഞു വരിക, വിള്ളൽ, ചുവപ്പ് നിറം, അതും കാലിനിടയിലും വിരലുകൾക്കിടയിലുമാണ്, കാലിനടിയിലും വിരലുകൾക്കിടയിലുമാണ് ഈ ഫംഗസ് വളരുന്നത്.
ഹോമിയോപ്പതിയിൽ ഇവ മാനേജ് ചെയ്യാനും നല്ല മെഡിസിൻസ് ഉണ്ട്. അലർജിക് ഹിസ്റ്ററി ഉള്ളവരിൽ ആണെങ്കിൽ അലർജി ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും മാറിക്കിട്ടും. സോ ബേസിക്കലി ഹോമിയോപ്പതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ആദ്യം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് നൽകി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ആസ്പെക്റ്റിൽ കസ്റ്റമൈസ്ഡ് മെഡിസിൻസ് കൊടുത്ത് ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെ പതുക്കെ ജെന്റിലായി ആക്ടിവേറ്റ് ചെയ്ത് ഫാസ്റ്റ് റിക്കവറി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ ആവർത്തിച്ചു വരുന്ന പനി, ജലദോഷം, മൂക്കൊലിപ്പ്, ആറിയ ചുമ കണ്ടുവരുന്നു. ഇത് ഡോക്ടറെ കാണിച്ചു ഭേദമായി 4 ദിവസത്തിനകം വീണ്ടും ഇതേ അവസ്ഥ ആവർത്തിച്ചു കണ്ടുവരുന്നു. ഇവയ്ക്ക് ഒക്കെ തന്നെ ഹോമിയോപ്പതിക് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് എന്ന നിലയിൽ ഓരോ കുട്ടിക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുത്ത് മരുന്ന് നൽകി വന്നപ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് പ്രതിരോധ ശേഷി താരതമ്യേന കുറവുള്ള കുട്ടികൾ ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് 2-3 മാസം എടുത്ത് അവരുടെ ഇമ്മ്യൂൺ പവർ അഥവാ പ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യുന്നത് അവരുടെ റുട്ടീൻ ഏറെക്കുറെ ശരിയാക്കാൻ പറ്റും. സ്കൂളിലെ ആബ്സെന്റ് ഡേയ്സ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കാറുണ്ട്. നമ്മുടെ സെഷന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബീറ്റ് ദ മൺസൂൺ ബ്ലൂസ് വിത്ത് ഹോമിയോപ്പതി എന്നാണ് ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ മൺസൂൺ ബ്ലൂസ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയാണ്. മഴക്കാലത്തുണ്ടാകുന്ന മൂഡ് ഡിസോർഡേഴ്സിനെയാണ് മോൺസൂൺ ബ്ലൂസ് അഥവാ സീസണൽ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്നത്. പലരും മഴയെ പ്രണയിക്കുമ്പോൾ ഈ സീസണിൽ ദേഷ്യവും എന്തെന്നില്ലാത്ത സങ്കടവും വിഷാദാവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് പോലെയുള്ള ഒരു ലോ ഫീൽ, കൂടുതൽ ഭക്ഷിച്ചിരിക്കാൻ തോന്നുക, കുറെ ഉറങ്ങാൻ തോന്നുക, എന്നിട്ട് ഉറക്കം വരാതിരിക്കുക, ഇതൊക്കെ മൺസൂൺ ബ്ലൂസിന്റെ ലക്ഷണങ്ങളാണ്. ഇതിന്റെ കാരണം അന്വേഷിച്ചാൽ പറയപ്പെടുന്നത് അധികം സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് മെലാറ്റോണിൻ, സെറോട്ടോണിൻ, വൈറ്റമിൻ ഡി ഹോർമോൺസിന്റെ ഉൽപാദനത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ബ്രൈറ്റ് ലൈറ്റിൽ എക്സ്പോസ്ഡ് ആയി ജോലി ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക, ഇൻഡോർ എക്സസൈസ് ചെയ്താലും മതി. ഈറ്റ് എ ലോട്ട് ഓഫ് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുക, ക്രിയേറ്റീവായ ടാസ്കുകളിലോ കാര്യങ്ങളിലോ ഏർപ്പെടുക, ഉറങ്ങാൻ പറ്റുമെങ്കിൽ ആസ്വദിച്ചുറങ്ങുക. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാം. ഹോമിയോപ്പതിയിൽ കേസ് ടേക്കിംഗ് പ്രക്രിയയിൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് മറ്റേത് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുമ്പോഴും ഈ മാനസികാവസ്ഥയ്ക്കും വ്യത്യാസം വരാറുണ്ട്. മഴക്കാലത്തുണ്ടാവുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോ ഫീലിനുമൊക്കെ ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. നാസിയ മാം. Yes. ഡൗട്ട്സ് ചോദിക്കാനുള്ള ടൈമാണ് ഇനി. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിക്കാം. Anyone? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ചോദിച്ചത്. താങ്ക് യു. ഹായ് മാഡം. ഹായ്. മലേറിയയിലാണെന്ന് അറിയില്ല, എന്താണ് ഫീമെയിൽ ഫീലക്സ് കൊതുകാണ് കടിക്കണെന്ന് പറഞ്ഞല്ലോ. ഫീമെയിൽ ഫീലക്സ് കൊതുകാണ് കടിക്കുക എന്ന് പറഞ്ഞല്ലോ, മലേറിയയിലാണോന്ന് അറിയില്ല. ഇതുവരെ ഞാൻ അറിഞ്ഞത് പെൺകൊതുകുകൾ മാത്രമേ കടിക്കുള്ളൂ, ആൺകൊതുകുകള് ചെടികളിലോ മറ്റോ അതിന്റെ നീരുകൾ കുടിച്ചാണെന്നുണ്ട്. അപ്പൊ ഇതിലങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ആൺകൊതുകുകൾ കടിക്കുമോ? അതെ, ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ പറഞ്ഞത് ആൺകൊതുകൾ കടിക്കില്ല എന്നാണോ?
അല്ല, പൊതുവെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആൺകൊതുകുകള് മനുഷ്യരെ ആ കടിക്കില്ല, പകരം ഈ ചെടികളിലൊക്കെ ഉള്ള നീരുകൾ കുടിച്ചാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരെ ഇതില് സ്പെക്ട് ആയിട്ട് പറഞ്ഞു കേട്ടോ, പെൺകൊതുക് എങ്ങനെ ക്യുലെക്സ് അതെ ഫീമെയിൽ അതെ മൊസ്കിറ്റോ എന്ന് പ്രത്യേക സ്പെക്ട് ആയിട്ട് പറഞ്ഞു. അപ്പൊ അതാ അതെ എന്തുകൊണ്ടാണ് ചോദിച്ചത്. ആ അത് ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോസ് തന്നെയാണ് കടിക്കുന്നതും പരത്തുന്നതും. ആ രോഗം പരത്തുവാനുള്ള ശേഷി ഈ ഫീമെയിൽ മസ്കിറ്റോസിനാണ് ഉള്ളത്. കാരണം ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മസ്കിറ്റോയിൽ മാത്രമല്ല, പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പാരസൈറ്റിലും കൂടെ ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് ഈ ഫീമെയിൽ അനോഫിലിസിന് ഇത്ര ഇമ്പോർട്ടൻസോട് കൂടി പറയാൻ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മെയിൽസ് പൊതുവെ മനുഷ്യരെ കടിക്കാറില്ല, ബ്ലഡ് യൂസ് മനുഷ്യരെ ചെയ്യാറില്ല. കടിക്കും, പക്ഷെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യില്ല. ഈ മലേറിയ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോസ് ആണ്. മെയിൽസിൽ ഇതിന്റെ സൈക്കിള് കംപ്ലീറ്റ് ആവാൻ വേണ്ടുന്ന കാര്യങ്ങളൊന്നും മെയിൽസിൽ അവൈലബിൾ അല്ല. ആ ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ളത് ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോയിലാണ്. അതിന്റെ ലൈഫ് ഞാൻ സൈക്കിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു കാര്യങ്ങൾ വേണ്ടേ? അപ്പൊ അതിന്റെ ഓർഗൻസിലൊക്കെ അതിന് കണക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഉള്ളത് ഫീമെയിൽ അനോഫിലിസിനാണ്. സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവണം. അത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്ലാസ്മോഡിയത്തിൽ തന്നെ 4 തരം പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പൊ ഏത് പ്ലാസ്മോഡിയത്തിന്റെ ആണെന്നുള്ള അതിന്റെ ലക്ഷണങ്ങൾ മാറി മാറിയിരിക്കും. അപ്പം മലേറിയ തന്നെ 4 തരം മലേറിയ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ സിംറ്റംസ് പോലും അതിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് ഡിഫറെന്റ് വെറൈറ്റി ആണ്. അതിൽ പ്ലാസ്മോഡിയം ഫാൾസിപ്പർ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്, ഭയങ്കര മാലിഗ്നന്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഫീമെയിൽ അനോഫലിസിലാണ് അതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ മെയിൽസ് കടിക്കാറുണ്ടോ? മെയിൽസ് ബ്ലഡ് മെയിൽസ് കടിക്കും, പക്ഷെങ്കിൽ ഇത് അസുഖം വരത്തില്ല. ഓക്കെ, താങ്ക്സ്. ഓക്കെ, വെൽക്കം. അലർജി, ഹായ് മാം. കോൾഡ്. ഹായ് മാം. ഓക്കെ. ആ മാം, മലേറിയക്ക് പ്രധാനമായിട്ടും കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ശരീരവേദന നന്നായിട്ടുണ്ടാവുമോ? ശരീരത്തിൽ തന്നെ ശരീരവേദന, നമുക്ക് ബോഡി മുഴുവൻ നല്ല പെയിൻ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക. ശരീരത്തിൽ വേദന ഉണ്ടാവും. അതിനെക്കാട്ടും കൂടുതൽ അതിന്റെ പനിയുടെ ഒരു ലക്ഷണമാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അതായത് പനി ഈ 3 സ്റ്റേജസും കൃത്യമായിട്ടുണ്ടാവും. അത് വിറച്ചുകൊണ്ട് ഒരു പനി വരും, പിന്നെ അതിന്റെ ആ വിറ മാറി ഹീറ്റ് സ്റ്റേജിലേക്ക് കടക്കും. ഈ സ്റ്റേജിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരികയ്യ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പനിയാണെന്നുണ്ടെങ്കിലും ആ രോഗിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്ഷീണമാണ്. ആ ക്ഷീണത്തിൽ രോഗി ഇങ്ങനെ തളർന്ന് കുളിച്ച് കടന്നു പോകുന്ന പറയുന്നത്. അത് മാത്രമല്ല, പനീന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർമിറ്റന്റ് ഫീവർ ആണ്. അപ്പോ ഇടക്ക് പനിയേ ഉണ്ടാവില്ല, പിന്നെ ഇതേ സ്റ്റേജ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. നൈറ്റ് ആയിരിക്കോ ഈ പനി വരുന്ന സമയം? നൈറ്റിൽ നല്ല പനി ഉണ്ടാവും. അത് പനി രാത്രിയാണ് തുടങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം വരുമ്പം അത് പകലൊക്കെ ആയി മാറാം. പക്ഷെങ്കിൽ യൂഷ്വലി രാത്രി പനിയാണ് കോമൺ ആയി ഉണ്ടാവുക. കാരണം എന്റെ ഹസ്ബൻഡ് ആക്ച്വലി ആഫ്രിക്കയിലാണ്. അപ്പൊ അവർക്ക് എങ്ങനെയായാലും ഇടയ്ക്കൊന്ന് വന്നു പോകും ഈ മലേറിയ. അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസീസ് ആണല്ലോ മലേറിയ ആഫ്രിക്കയില്. അപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, നൈറ്റ് ആണ് നല്ല പനി ഉണ്ടാവുക, ബോഡി നല്ല വീക്ക് ആവും, പനി വരുമ്പോ നല്ല വിറയൽ. അവർക്ക് 3 ദിവസത്തെ ഇഞ്ചക്ഷൻ ആണ് കോഴ്സ് കൊടുക്കുന്നത്. 3 ദിവസത്തെ കണ്ടിന്യൂ ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അത് വന്നാല്. നാസിയ മാം ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ? ഓണിലാണോ? അതെല്ലോ. ഓക്കെ. അപ്പോ ഈ പനിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെ അതാണെന്നാണ്. കാരണം രാത്രി കടിക്കുന്ന കൊതുകൾക്ക് രാത്രി തന്നെ പനി വരുന്നതാണ്. അത് ടിപ്പിക്കലി എല്ലാ കേസിലും രാത്രി തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇന്റർമിറ്റന്റ് ആയിട്ട് ഫീവർ വന്നും പോയി ഇങ്ങനെ വന്നുകൊണ്ടേ കാണിക്കും. അത് വരുമ്പോൾ ഈ 3 സ്റ്റേജസും പ്രകടമായിരിക്കും. അത് ചിൽ സ്റ്റേജിൽ തുടങ്ങി ഹീറ്റ് സ്റ്റേജിലേക്ക് പോയി പിന്നെ ഒരു പെർസ്പിറേഷൻ സ്റ്റേജ്. ഈ പെർസ്പിറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വിയർത്ത് കുളിക്കുന്ന ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എണീക്കാൻ പറ്റാത്ത ക്ഷീണം. ഈ മലേറിയയുടെ ഈ സ്റ്റേജസ് ഇങ്ങനെ കടന്നു വന്ന് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ രോഗിയുടെ ആ ഒരു പ്രതിരോധ ശേഷി വളരെ മോശമായി തകരും.
ഇതിനൊക്കെ ഹോമിയോപ്പതിയിൽ പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ മലേറിയ പോലും ഒരു വിഷയമില്ലാതെ ആയി മാറാറുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങനെ എബ്രോഡ് മറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവെന്റീവ് മെഡിസിൻസ് നോക്കാം. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള പ്രിവെന്റീവ് മെഡിസിൻസ് ഉണ്ട്. ഇൻഫാക്ട് ഹോമിയോപ്പതി കണ്ടുപിടിക്കുമ്പോൾ പോലും മറ്റേ ബാർക്ക് ഓഫ് ദ മലേറിയൽ പ്ലാന്റ് എന്നാണ് ഈ മലേറിയക്കുള്ള മെഡിസിൻസ് വരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഹോമിയോ ഡോക്ടറെ സമീപിച്ച് മലേറിയക്കുള്ള പ്രിവെന്റീവ് മെഡിസിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ ആവർത്തിച്ചുകൊണ്ട് വരുന്ന ഈ പനി ഉണ്ടാവാറുണ്ട്, അതിനൊക്കെ നല്ല എഫക്റ്റീവ് മെഡിസിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ മാം, താങ്ക് യു. നാട്ടിലില്ല, അപ്പൊ അവരിങ്ങനെ ഇയറിൽ വന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അവിടെ അവരൊറ്റക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ പനിയുടെ കാഠിന്യം കാര്യം നമുക്ക് പറഞ്ഞു കേട്ടുള്ള അവൈലബിളേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ്. അത് അവരോട് നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു 2-3 മന്ത്സിനുള്ള മെഡിസിൻസ് കളക്ട് ചെയ്തിട്ട് പോകാൻ പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ഈ പ്രിവെന്റീവ് ആസ്പെക്ട്സ് കഴിക്കുമ്പോൾ ഈ ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്ന ഈ ഒരു മലേറിയൽ ഫീവറിനെ നമുക്ക് നല്ലപോലെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ വരില്ല. ആ ഒരു ഇടക്കിടക്ക് വരുന്ന അറ്റാക്സ് നമുക്ക് ഒരു പരമാവധി കുറക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മലേറിയക്കൊക്കെ ഒരുപാട് നല്ല മെഡിസിൻസ് ഉള്ളതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, വെൽക്കം. പ്രിയ സർ ഓൺലൈനിലുണ്ടോ? Yes. ഞാൻ audible ആണോ? Because I'm experiencing a very low range here, to heavy rain. Yes. അറിയില്ല, ഞാൻ It's audible audible. ആണോ? It's audible, yeah. Okay. Thank you. പിന്നെ മാഡത്തിന്റെ ടോക്കിന്റെ സ്റ്റാർട്ടിങ് ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞാൻ എക്സിറ്റ് ആയത്. അപ്പൊ വളരെ സമയമെടുത്ത് തന്നെ പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ നമുക്ക് ഒരു ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പിന്നെ നമുക്ക് ഡ്രൈവിംഗിലായതുകൊണ്ട് സ്ലൈഡ്സ് ഒന്നും കൃത്യമായിട്ട് കണ്ടില്ലെങ്കിൽ പോലും പോയിന്റുകൾ മലേറിയ, പിന്നെ അതോടൊപ്പം തന്നെ ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങളെ പറ്റിയിട്ടും മഴക്കാല രോഗങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ വ്യക്തമായിട്ട് കേട്ടു. ലോങ് എഗോ ബയോളജി ക്ലാസ്സസ് ഇൻ 10th സ്റ്റാൻഡേർഡ് ഏതാണ് ക്യൂലെക്സ്, അനോഫിലസ് കൊതുകുകളെയൊക്കെ ഓർമ്മിച്ചു. വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു. എന്റെ എൻഡിങ് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എല്ലാവരും കാര്യമായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മഴ എപ്പോഴും വളരെ സന്തോഷമുള്ള സാഹചര്യമാണ്. പലപ്പോഴും മഴയത്താണ് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഈ മഴക്കാലം ഒരു പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് പലപ്പോഴും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടാണ്. സുഗതകുമാരിയുടെ രാത്രി മഴ എന്ന ഒരു കവിത ഞാൻ ഓർത്തുപോയി. ഈ മഴക്കാല രോഗങ്ങളെ പറ്റിയിട്ടുള്ള വിഷയങ്ങളില്ലേ, അതിലേതോ ഒരു ഭാഗത്ത് സുഗതകുമാരി പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ രാത്രി മഴയും ഒരു പിന്നെ മാനസിക അസ്വസ്ഥത ബാധിച്ച ഒരാളോട് കണക്ട് ചെയ്യുന്ന എന്തുണ്ട്. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ച ഒരവയവം, പക്ഷേ കൊടും കേടു ബാധിച്ച പാവം മനസ്സോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് സുഗതകുമാരി. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുറിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോ, അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന ഒരു തുടർച്ചയായിട്ട് ഒരു വരികളിൽ അവസാനിക്കാത്ത സുന്ദരമായ ഒരു കവിതയിലൂടെ സുഗതകുമാരി നമ്മളെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അപ്പോ മഴ രസകരമാണ്. ചെറിയ മഴയുടെ സമയത്ത് ഫുൾ സ്വിംഗ് AC ഓൺ ചെയ്ത് വളരെ ചെറിയൊരു ഹമ്മിങ് ഇട്ട് പിന്നെ ഒരു കയറ്റം കയറി രസകരമായ ഭാഗത്തൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സുന്ദരമായ രംഗം, അത് പലർക്കും വളരെ നൊസ്റ്റാൾജിക് ആണ്, എൻജോയിങ് ആണ്. പക്ഷേ മഴ പലപ്പോഴും പ്രയാസകരമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പകർച്ചവ്യാധികളിലൂടെയും ശുദ്ധിയില്ലായ്മ, ശ്രദ്ധയില്ലായ്മ, പോഷകാഹാരക്കുറവ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതേപറ്റി വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞതെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 50% ഏരിയ ഞാൻ കേട്ടിരുന്നു, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പ്രത്യേകിച്ചും ഈ സെഷനിലേക്ക് മാഡത്തെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ IAGC സുപ്രീം കൗൺസിൽ മെമ്പറും അതോടൊപ്പം R&D അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമായിട്ടുള്ള മിസ്റ്റർ ശ്രീരാമാണ്. ശ്രീരാമിന് പ്രത്യേകം നന്ദി ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന നമുക്ക് എല്ലാവരെയും വളരെ മനോഹരമായ ഒരു സെഷൻ കൊണ്ട് പിന്നെ സഹായിച്ച, ഇനി വരുന്ന ദിവസങ്ങൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ നൽകിയ
ഡോക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അഗൈതമായ നന്ദി അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ സെമിനാർ, ഈ വെബിനാർ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓവർസീസ് കമ്മിറ്റിയാണ്. IAGCയുടെ ഓവർസീസ് കമ്മിറ്റി പേട്രൺ ഡോക്ടർ ഹംസ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ മാം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ പ്രോഗ്രാമിൽ ഇന്ന് കോർഡിനേറ്റ് ചെയ്ത് സ്വാഗതം പറഞ്ഞ ആളുകൾ, മറ്റ് ഇടപെട്ടിട്ടുള്ള ആളുകൾ, കോർഡിനേറ്റ് ചെയ്ത GCCയിലെ ഓവർസീസിലെ പ്രധാനപ്പെട്ട നമ്മുടെ IGC മെമ്പേഴ്സ്, പങ്കെടുത്ത എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഹോമിയോ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് IGC മെമ്പേഴ്സ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ മാഡത്തെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ IAGC പ്രിവിലേജ് മെമ്പറായിട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ മറ്റ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാസിയ മാം കണക്ട് ചെയ്ത് തരും. അപ്പൊ എനിവേ വലിയ സന്തോഷമുണ്ട്. ഹാർദവമായ സ്വാഗതവും നിസ്സീമമായ നന്ദിയും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു മാം. റൈറ്റ്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണോ അല്ലേ മാം? Yes. Okay. Thank you. Okay. Thank you. Welcome.